الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم: من جمع بين الصلاتين بلا عذر فقد أتى بابا عظيما من أبواب الكبائر. صدق رسول الله. ثم عن الدنيا وضرتها ولا تفتر إذا صمت إلا رحمة وحقان بالوصال صار لا إله من لم يرض بالقاء والفضاء عليه ضاق عيش متبع يمي ذكر للفضال لا إله
പ്രിയമുള്ള സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവരുടേവർ, ഈ മഹല്ലിന്റെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന കുടുംബാദികൾ അല്ലാഹു ഏവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഇഅ്തികാഫിന്റെ നിയ്യത്ത് മറന്നുപോയവർ നിയ്യത്ത് വെക്കുക. നവീതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദ് അല്ലാഹു തആലക്ക് വേണ്ടി ഈ പള്ളിയിൽ ഇഅ്തികാഫിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ബഹുമാനിച്ച പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ്. അല്ലാഹുവിലേക്ക് ചേർത്തു പറഞ്ഞ മാസമാണ് പുണ്യമാക്കപ്പെട്ട റജബ് മാസം. ഈ റജബ് മാസത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരം നമ്മുടെ പേരിൽ നിർബന്ധമായി. പരിശുദ്ധമാക്കപ്പെട്ട മിഅ്റാജ് സംഭവം വളരെ ബഹുലമാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് അടുത്ത ആഴ്ചകൾ നമുക്ക് അതിനെപ്പറ്റി സംവദിക്കാം. ആ മിഅ്റാജിന്റെ രാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരമായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ സമുദായത്തിനാകുന്ന നമുക്ക് നൽകിയ പരിശുദ്ധമാക്കപ്പെട്ട 5 വഖ്ത് നമസ്കാരം. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കൊക്കെ നമസ്കാരമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. പക്ഷേ നമസ്കാരങ്ങളിൽ 5 വഖ്ത് നമസ്കാരങ്ങൾ പരിപൂർണമായി സമയം നിർണയിക്കപ്പെട്ടതാകുന്ന നിലയ്ക്ക് നൽകിയിട്ടുള്ളത് നമുക്ക് മാത്രമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാകുന്ന നമുക്ക് മാത്രമാണ്. ആ നമസ്കാരം എന്ന് പറയുന്നത് നിസ്സാരമായ അമലല്ല. ആ നമസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമാണ്, സമയത്ത് നിർവഹിക്കണം. അതിനാണ് ഏറ്റവും കൂടുതൽ കൂലിയുള്ളത്. അങ്ങനെ നമസ്കരിക്കുന്നവരുടെ നമസ്കാരങ്ങൾക്കാണ് പരിപൂർണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതും. നമസ്കാരം ചിട്ടവട്ടമാക്കാത്തതാകുന്ന ആളുകൾ പിന്നീട് നമസ്കരിച്ചാൽ തന്നെ എപ്പോഴും നമസ്കാരത്തെ ഭിന്നിപ്പിക്കുന്ന ആളുകളുടെ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കില്ല എന്നുവരെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ നമ്മൾ പ്രത്യേകമായി അറിയൽ അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂക്തത്തിന്റെ തുടക്കം തന്നെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങൾ ആരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ? ആരാണ് വിജയിച്ചവർ? മുഅ്മിനീങ്ങൾ ധാരാളമുണ്ട്, വിശ്വാസികൾ ധാരാളമുണ്ട്. പക്ഷേ വിജയിച്ച മുഅ്മിനാരാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചു അത്രേ. മുഅ്മിനീങ്ങൾ പരിശുദ്ധമായ ഖുർആൻ മുഖേന റസൂലുള്ളാഹി വ്യക്തമാക്കുകയാണ്, മുഅ്മിനീങ്ങൾ തീർച്ചയായും വിജയിച്ചു. എങ്ങനത്തെ മുഅ്മിനീങ്ങളാണെന്നറിയാമോ? الذين هم في صلاتهم خاشعون. അവർ നമസ്കരിക്കുന്നുണ്ട് എന്നല്ല അല്ലാഹു പറയുന്നത്, നമസ്കരിക്കുന്നവരാണ്. അതിനേക്കാൾ ഉപരി നമസ്കാരത്തിൽ ഖുശൂ വെക്കുന്നവരാണ്, ഭയഭക്തി വെക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. അവരാണ് യഥാർത്ഥ വിജയി, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമസ്കരിക്കുന്നതിനിടയിൽ എത്ര ശ്രദ്ധ നമ്മൾ തിരിച്ചു വെച്ചാലും നമസ്കാരത്തിലേക്ക് പരിപൂർണമായി കോൺസെൻട്രേഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ടോ അവൻ വിജയിച്ചു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു കൂട്ടത്തിലേക്ക് നമ്മുടെ നമസ്കാരങ്ങൾ എത്തിക്കുമാറാകട്ടെ. താബിഈകളിൽ പ്രമുഖനായ സുലൈമാൻ തമീമി റഹിമഹുല്ലാഹ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് വിളിച്ചു പറയുമായിരുന്നു, തന്റെ
തന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോടും അദ്ദേഹം പറയും, നിങ്ങൾ വർത്തമാനം പറയണം, നിങ്ങൾ വർത്തമാനം പറയണം. എപ്പോ? ഞാൻ നമസ്കരിക്കാൻ വേണ്ടി പോവാണ്. ഈ നമസ്കാരത്തിലേക്ക് ഞാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ദുന്യവിയായ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിർവഹിക്കണമെന്ന് മഹാനായ സുലൈമാൻ നബി റഹിമഹുല്ലാഹ്. ചിന്തിച്ചു നോക്കാം, നമസ്കാരത്തിന്റെ ഗാംഭീര്യത എത്രത്തോളം അറിയണം, നമസ്കാരത്തിന്റെ ഖുശൂ എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കും. നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് TV ഓഫ് ചെയ്യുക, എല്ലാം ഓഫ് ചെയ്ത് ഞാൻ നമസ്കരിക്കാൻ പോവാണെന്ന് വാൾ പോസ്റ്റ് ഇട്ടിട്ട് നമ്മൾ നമസ്കരിക്കാൻ പോകും. മഹാനായ സുലൈമാൻ നബി റഹിമഹുല്ലാഹ് യഖൂലു ഇലാ ആഖിരിഹി, അദ്ദേഹത്തിന്റെ കുടുംബക്കാരോട് അദ്ദേഹം വിളിച്ചു പറയുമായിരുന്നു, അത്രേ തഹദ്ദസൂ, നിങ്ങൾ വർത്തമാനം പറയണേ, നിങ്ങൾ സംസാരിക്കണേ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണേ. وكان أهله يتحدثون إذا دخل في الصلاة. സുലൈമാൻ നബി റഹിമഹുല്ലാഹ് നമസ്കാരിക്കാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിന്ന് കഴിഞ്ഞാൽ തന്റെ കുടുംബാദികൾ അവരുടെ ആവശ്യങ്ങൾ, ദുന്യവിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു അത്രേ, സംസാരിക്കുമായിരുന്നു അത്രേ. അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഭർത്താവ് നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കാൻ കൈ കെട്ടുമ്പോ മറന്നല്ല കേട്ടോ, മറന്നിവിടെ വരണം, പള്ളിയിൽ തന്നെ ജമാഅത്തായി നമസ്കരിക്കണം, ജമാഅത്തായിട്ട് തന്നെ പുരുഷന്മാർ നമസ്കരിക്കണം. ആ നമസ്കാരത്തിന് ഖുശൂ വെക്കുന്നവര് മാത്രമല്ല, നമസ്കാരത്തിലെ വളരെ ശ്രദ്ധാലുക്കളാണ്. ഒന്നാമത് നമസ്കരിക്കുന്ന നമസ്കാരം നല്ല ഖുശൂ വെച്ച് ഭയഭക്തിയോടുകൂടി നമസ്കരിക്കണം. ഇങ്ങനെ നമസ്കാരം റാഹത്തായ നിലയിൽ സ്വീകരിക്കപ്പെടുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ 10 വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അവസാനമായി അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. നമസ്കാരങ്ങളിൽ കൃത്യത വെക്കുന്നവർ, ക്രിയാത്മകമായി നമസ്കരിക്കുന്നവരാരുണ്ടോ അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ സ്വർഗ്ഗമേതെന്നറിയോ? ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. ഫിർദൗസ് എന്ന സ്വർഗ്ഗമാണ് അവർക്ക് അനന്തരമായി അല്ലാഹു നൽകുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാം ജമാഅത്തായി കൃത്യമായി നമസ്കരിക്കുന്ന ഏതൊരു പുരുഷൻ, ബാങ്ക് വിളിക്കുമ്പോൾ വീട്ടിലുള്ളതാകുന്ന സഹോദരി, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, കുടുംബാദികൾ, മക്കൾ, അവർ ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ പെൺമക്കളൊക്കെ വേഗം തന്നെ ഓവെടുത്ത് വീടിന്റെ അകത്തളത്തിൽ കയറി ആദ്യ വർണ്ണത്തിൽ തന്നെ നമസ്കരിക്കുന്നുണ്ടോ? ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരം കൊടുക്കുന്നതാണ്. ഒരുപക്ഷെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ വീടുണ്ടാവുകയില്ല, സെന്റ് ഉണ്ടാവുകയില്ല, ഭൂമി ഉണ്ടാവുകയില്ല, ഒന്നും തന്നെ അനന്തരം കൊടുക്കാൻ മക്കൾക്കൊന്നുമില്ലെങ്കിൽ പോലും നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് അവരെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനന്തരം കൊടുക്കുന്നത് ഫിർദൗസ് എന്ന സ്വർഗ്ഗമാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ജമാഅത്ത് നിലനിർത്തുന്ന പുരുഷന്മാരെ മുന്നിലുണ്ട്, സഹോദരങ്ങൾ കേൾക്കുന്നുണ്ട്. അല്ലാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമസ്കാരത്തിൻ്റെതാകുന്ന ആണ്ടുകഴിക്കലാണ്. നമസ്കാരത്തെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കലാണ്. നമ്മുടെ നമസ്കാരം കഴിഞ്ഞു പോയ റമദാൻ മുതലേക്ക് എത്ര വിട്ടുപോയിട്ടുണ്ടോ ആ നമസ്കാരങ്ങളൊക്കെ ഖളാ വേണ്ടി റമദാനിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ സല്ലൽ അബ്ദു ഫീ അവ്വലി വഖ്തിഹാ സഅദത ഇലാ സമാ ഹത്താ തദാ ഇലൽ അർശ് ഫയദ്ഉ അല്ലാഹ സുബ്ഹാനഹു
അല്ലാഹുവിന്റെ അർശിലേക്ക് എത്തുമത്രേ. അർശിന്റെ ചുവട്ടിലേക്ക് നമസ്കാരം അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചവന് വേണ്ടി ദുആ ചെയ്യുമത്രേ. ഹഫിളകല്ലാഹു കമാ ഹഫിളതനി. അല്ലാഹു നിന്നെ കാത്ത് സംരക്ഷിക്കട്ടെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കട്ടെ എന്ന് നമസ്കരിച്ചവർക്ക് വേണ്ടി അനുകൂലമായി പ്രാർത്ഥിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരി വേണം. നമസ്കരിക്കുന്നവൻ ആദ്യ വഖത്തിൽ നിസ്കരിക്കണം. ഒവ്വൊരു വഖത്തിൽ നിസ്കരിച്ചാലാണ് ഈ നബിതങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു. നമസ്കരിക്കുന്ന ഒരു വ്യക്തി നമ്മളിൽ പലരും അത്തരത്തിലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അധിക ജനങ്ങളുമായി ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ രാവിലെ ബാങ്കുവിളി കേൾക്കുമ്പോൾ, സുബൈയുടെ ബാങ്കുവിളി കേൾക്കുമ്പോൾ പള്ളിയിൽ പോകും, സുബൈ നിസ്കരിക്കും. ബാക്കിയുള്ള ദുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ ഒക്കെ ഒന്നിച്ച് പള്ളിയിൽ വന്നിട്ടാണ് തന്നെ നിസ്കരിക്കുന്നത്. പക്ഷെ പാതിരാത്രി സമയത്ത് വന്ന് ഒന്നിനാ കൂടി ഒരുമിച്ച് പാടില്ല. ആ നമസ്കാരം പാടില്ല. അങ്ങനെ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടെന്നാ പഠിപ്പിക്കുകയാണ്. നമസ്കാരം സമയത്ത് നിർവഹിക്കാവുന്നവന്റെ നമസ്കാരം നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ ആ നമസ്കാരം ആകാശലോകത്തേക്ക് ഉയരാൻ ശ്രമിക്കും. പക്ഷേ ആകാശത്തെത്തുമ്പോൾ തന്നെ ഇരുപത്തിയ നമസ്കാരത്തെ ഏഴാകാശത്തിനപ്പുറത്തേക്ക് അർശിന്റെ ചുവട്ടിലേക്ക് നമസ്കാരം കൃത്യമായി നമസ്കാരം കയറിപ്പോയതാണ്. പക്ഷേ നമസ്കരിക്കുന്നുണ്ട്. സമയത്ത് നിർവഹിക്കാത്തവന്റെ നമസ്കാരം ഒന്നാകാശത്തേക്ക് എത്തുമ്പോൾ തന്നെ അവന്റെ നമസ്കാരത്തെ മലക്കുകൾ തിരിച്ചയക്കുമത്രേ. നമസ്കരിക്കുന്നവനാണ് സമയത്ത് നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവനെതിരായി നമസ്കാരം ചെയ്യുമത്രേ. അല്ലാഹു നിന്നെ പാഴാക്കട്ടടാ, അപകടങ്ങൾ നിനക്ക് നൽകട്ടെ, ദുരിതങ്ങൾ നിനക്ക് സമ്മാനിക്കട്ടെ, വിപത്തുകൾ ഉണ്ടാവട്ടെ എന്ന് നിനക്കെതിരായി നമസ്കാരം ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫയഖൂലുൽ മലായികതു ആമീൻ. ഈ ദുനിയാവിൽ കറങ്ങി നടക്കുന്ന കാരുണ്യത്തിന്റെ മലക്കുകളില്ലയോ, ആ മലക്കുകളുടെ ആമീൻ പറയുമെന്നും നബിയുനാ റസൂലുള്ളാഹി. നമസ്കരിച്ച നമസ്കാരം തന്നെ നമുക്കെതിരായിട്ട് ദുആ ചെയ്യും. എന്താ കാര്യം? സമയത്ത് നിസ്കരിച്ചില്ല, സമയത്ത് നിർവഹിച്ചതിനുമില്ല, സമയത്ത് നിർവഹിച്ചില്ല. എല്ലാവരും ഒരുമിച്ച് നിസ്കരിക്കുന്നുണ്ട്. അവസാനം പള്ളിയിൽ തന്നെ നിസ്കരിക്കുന്നത് പോരാ, ജമാഅത്തിന് വലിയ കൂലിയും, ജമാഅത്തിന് വലിയ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈകളിൽ പ്രമുഖനായ മനുഷ്യനാണ്. മഹാനവറുകൾ ഒരിക്കൽ ഇശാ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നു. പള്ളിയിലെ ജമാഅത്തിലേക്ക് കടക്കാൻ വേണ്ടി അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ തന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവിടേക്ക് വന്നു. ആ കുടുംബാദികളെ സൽക്കരിക്കാൻ വേണ്ടി അല്പനേരം അദ്ദേഹം അവരോടൊപ്പം പരമാണല്ലോ. കുടുംബക്കാർ വന്നപ്പോ അവരുമായി സൽക്കാരത്തിൽ ഏർപ്പെട്ടു. അവർക്കുള്ള ഭക്ഷണപാനീയങ്ങളൊക്കെ കൊടുത്തു. ജമാഅത്തിന് വേണ്ടി അദ്ദേഹം പള്ളിയിലേക്ക് പിന്നീട് ചെന്നപ്പോ പട്ടണത്തിലുള്ള പള്ളികളൊക്കെ പൂട്ടപ്പെട്ടു. ഇശ കഴിഞ്ഞു. പള്ളിയിലെ ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പള്ളി കൂട്ടിയിട്ടവർ പോയിട്ടുണ്ട്. പട്ടണത്തിലുള്ള എല്ലാ പള്ളികളും പൂട്ടി. ഇദ്ദേഹം തന്നെ അതിഥികളെ സൽക്കരിച്ചു. റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. പള്ളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നതാണ്. വാ വിളിച്ചപ്പോ അപ്പൊ അതിഥികളെ കണ്ടു, അവരെ സൽക്കരിച്ചു. സൽക്കാരം കഴിഞ്ഞ് അദ്ദേഹം നേരെ പള്ളിയിലേക്ക് പോയി. വീട്ടിൽ നിന്നില്ല. നമ്മുടെ ആളുകളെ സൽക്കാരം കഴിഞ്ഞ് 24 സമയം കഴിഞ്ഞ് ഇവിടെ തന്നെ നിസ്കരിക്കാൻ എന്ന് കരുതി അദ്ദേഹം പള്ളിയിൽ തന്നെ പോകട്ടെ, ജമാഅത്ത് കിട്ടിയെങ്കിലോ എന്ന് കരുതി പോയി. ആദ്യമായി അദ്ദേഹത്തിന് ജമാഅത്ത് നഷ്ടപ്പെടുക. പള്ളിയിൽ ചെന്നപ്പോ ജമാഅത്ത് കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു, പള്ളി അടയ്ക്കപ്പെട്ടു പോയി. മാനവരുകൾ പറയാം, ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. ഓരോ പള്ളികളും ഞാൻ മാറി മാറി പോയി നോക്കി, എല്ലാ പള്ളികളും അടയ്ക്കപ്പെട്ടു പോയി. പട്ടണത്തിലുള്ള സർവ്വ പള്ളികളുടെയും വാതിലുകൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്.
കഴിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി നമസ്കാര സ്ഥലത്ത് ഞാൻ നിന്നു. ഫദകറതു ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം എന്റെ മനസ്സിലേക്ക് പതിഞ്ഞു പോയി. താബിഈകളിൽ പ്രമുഖനായ ഉമർ ഇബ്നുൽ ഖവാരി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞിട്ടില്ലയോ, അന്ന സ്വലാത്തുൽ ജമാഅ അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി27 ദറജ. തീർച്ചയായും ജമാഅത്തായുള്ള നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുള്ളതാണെന്നുള്ള റസൂലുള്ളാഹിന്റെ വചനം എന്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു പോയി. ഫസല്ലൈതുൽ ഇശാ 27 മറ. 4 റക്അത്തുള്ള ഇശാ നമസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. ആദ്യ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ. അത് ഓർത്തിട്ട് ജമാഅത്തിന്റെ കൂലി കരകതമാക്കാൻ വേണ്ടി 27 ഇരട്ടി പ്രതിഫലം കിട്ടാൻ വേണ്ടി ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ഞാൻ ഇശാ നമസ്കാരം 27 ഇരട്ടി ആവർത്തിച്ച് നിസ്കരിച്ചു. 4 റക്അത്ത് ഇശാ നമസ്കാരം ജമാഅത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടി, അഥവാ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നമസ്കരിച്ചാൽ. ഇപ്പൊ ജമാഅത്തോടെ വരുന്നവർ ചെറുപ്പക്കാർ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും അറിയാവുന്നുണ്ട്. ജമാഅത്തിന് വന്ന് പങ്കെടുക്കുമ്പോ നീ വീട്ടിൽ അല്ലെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് നിനക്ക് ലഭിക്കുന്നത്. സാരല്ലത് എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ നമസ്കരിക്കുന്ന നമസ്കാരം 27 പ്രാവശ്യം ആക്കി നമസ്കരിച്ചെങ്കിലേ ആ ജമാഅത്തിൽ പങ്കെടുത്തതിന്റെ കൂലി നിനക്ക് കിട്ടും. ഒറ്റയ്ക്ക് നമസ്കരിക്കുക, അതാണ് ജമാഅത്തിന്റെ കൂലി. അദ്ദേഹം പറയാം, എനിക്ക് ഇശാ നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് 27 പ്രാവശ്യം ഇശാ നമസ്കാരം ഞാൻ ആവർത്തിച്ച് നിസ്കരിച്ചു. ചിന്തിച്ചു നോക്ക് അവരുടെ ഈമാൻ എത്രത്തോളം. 20 റക്അത്തുള്ള തറാവീഹ് നമസ്കാരം 20 നിസ്കരിക്കാൻ കഴിയാതെ അത് 11 ആണ് എന്നും 8 ആണ് എന്നും ബാധിക്കുന്ന ആളുകൾ നമുക്കിടയിൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ 20 പോലും നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിനെ തന്നെ എങ്ങനെയെങ്കിലും കുറച്ച് കിട്ടിയാൽ മതി, ഇത്ര കുറച്ച് കിട്ടിയാൽ മതി, കുറച്ച് കിട്ടിയാൽ മതി, റക്അത്തുകൾ കുറച്ച് കിട്ടിയാൽ മതി എന്നൊക്കെ ബാധിക്കുന്ന ആളുകളുള്ളപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ മഹത്തുക്കളുടെ ജീവിതം നമ്മൾ പഠിക്കണ്ടേ. സലഫി എന്ന പേരിട്ടത് കൊണ്ട് കാര്യമായോ? സലഫു സാലിഹീങ്ങളുടെ മാതൃക ജീവിതത്തിൽ കൊണ്ടുവരണ്ടേ. ഇവരാണ് സലഫ്, ഇവരാണ് മുൻഗാമികൾ, ഇവരാണ് താബിഈകൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ കണ്ടുകൊണ്ട് ജീവിച്ച മഹത്തുക്കൾ താബിഈകൾ. അതിൽ പ്രമുഖരാണ് ഉമർ ഇബ്നുൽ ഖവാരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവരുകൾ പറയാൻ, ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ മക്കൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് പോകട്ടെ. റമദാൻ 20 റക്അത്ത് തറാവീഹ് നമസ്കാരം നിസ്കരിക്കാൻ അവന് സമയമില്ല. സന്ദർഭം ഉണ്ടായിട്ടുണ്ട് പോലും മാനദണ്ഡം വെള്ളം തുറന്നു വെച്ച് ഇങ്ങനെ തടയാൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് ഇസ്റാഫിനെ പറ്റി. വെള്ളം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഈ 3നേക്കാൾ കൂടുതൽ ഈ പള്ളിയുടെ വെള്ളമെടുത്ത് മുഖം കഴിയാൻ അത് നീ ചെയ്യുന്ന പ്രവർത്തനം ഹറാമാണ്, നിനക്ക് ശിക്ഷ കിട്ടും. പരിശുദ്ധ ഉലമാക്കൾ വ്യക്തമാക്കുകയാണ്, അടക്കമുള്ള ഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുകയാണ്. അല്ലാഹു നമ്മളെ സാന്നിധ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ദൂർത്തും നിർവ്വയമൊക്കെ നിർത്തുക. നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തിന് ചിട്ട വെക്കുക. ആളുകൾ പറയുന്നു 27 പ്രാവശ്യം ഞാൻ 4 റക്അത്ത് ഇശാ നമസ്കാരം. എത്ര റക്അത്തായി ചിന്തിച്ചിട്ടുണ്ടോ? 100ന് മുകളിലായി. 100ന് മുകളിൽ റക്അത്ത് ഞാൻ ആവർത്തിച്ച് നിസ്കരിച്ചു. എന്ന കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായി നഷ്ടപ്പെട്ടു പോയതാണ് ജമാഅത്ത്. എന്റെ കൂടെ നിസ്കരിക്കാൻ ആരുമില്ല, ഒറ്റയ്ക്ക് നിസ്കരിച്ചു ഞാൻ 4 റക്അത്ത്, ആരും കൂടിയില്ല. 27 പ്രാവശ്യം ജമാഅത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടി ഞാൻ നിസ്കരിച്ചു. ഞാൻ മുസല്ലയിൽ നമസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉറങ്ങിപ്പോയി. ക്ഷീണമായി പോയി, നല്ല ക്ഷീണിതനായി പോയി. കാരണം 108 റക്അത്തോളം നമസ്കാരം ആവർത്തിച്ച് നിസ്കരിച്ചതിന്റെ പേരിൽ ക്ഷീണിച്ച് അവിടെ ഇരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി മുസല്ലയിൽ. അപ്പോഴാണ് ഞാനൊരു സ്വപ്നം കാണുന്നത്. ഒരു കൂട്ടം ആളുകളുമായി ഞങ്ങളുടെ കുതിരപ്പുറത്ത് കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ഞങ്ങളെല്ലാവരും സ്വർഗത്തിലേക്കുള്ള പ്രയാണമാണ്. ഞാനൊരു കുതിരപ്പുറത്താണ്, അതിന്റെ കടിഞ്ഞാൻ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്.
പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. എനിക്ക് അവരോട് ബന്ധം കഴിയുന്നില്ല. അവരിൽ നിന്ന് ഒരാളെ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു അത്രേ, ഞങ്ങളോടൊപ്പം എന്താ നിനക്ക് കഴിയൂലോ, നിനക്ക് സാധിക്കൂലോ. ഞാൻ ഉടനെ ചോദിച്ചു പോയി, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ എന്താ എനിക്ക് സാധിക്കാത്തത്? ഞാൻ നന്മകൾ ചെയ്യുന്നവരല്ലയോ, സുഹൃതം അനുഷ്ഠിക്കുന്നവരല്ലയോ, പിന്നെ നിങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് നേരത്തെ എത്താൻ എനിക്ക് എന്താണ് കഴിയാതെ എന്ന് ചോദിക്കുമ്പോ മഹാനവറുകളോട് അവര് വിളിച്ചു പറഞ്ഞു അത്രേ, നമസ്കാരം ഞങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചവരാണ്. നമസ്കാരം നീ ജമാഅത്തായി നിർവഹിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിനക്ക് എത്താൻ സാധിക്കുകയില്ല. ചിന്തിച്ചു നോക്കുമോനെ, സ്വർഗത്തിലേക്കുള്ള പ്രയാണമാണ്. ആ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ പോലും നമസ്കാരം 4 റക്അത്തുള്ള ഇശ ജമാഅത്തായി നിർവഹിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ വീട്ടിൽ വന്നുകൊണ്ട് 27 പ്രാവശ്യം ആവർത്തിച്ച് ജമാഅത്തിന്റെ കൂടെയിട്ടാൽ നമസ്കരിച്ചതാകുന്ന താബീന്റെ അവസ്ഥയിലാണെങ്കിൽ നമസ്കാരം പോലുമില്ലാത്ത മുഅ്മിനീങ്ങൾ നമുക്കിടയിലല്ലോ. പറയുകയാണ്, നമുക്കിടയിലോ മുസ്ലിമീങ്ങൾക്കിടയിലും കാഫിറിന്റെ ഇടയിലും ആകെയുള്ള ഐഡന്റിറ്റി ഏതെന്നറിയുമോ? നമസ്കാരമാണ്, നമസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ നമസ്കാരമുള്ളവരാക്കട്ടെ. നാളെ മഹ്ശറിലെത്തുമ്പോൾ ആദ്യം വിചാരണ ചെയ്യുന്നത് അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അനിസ്സലാം. നമസ്കാരത്തെ കുറിച്ച് ആദ്യം നിസ്കരിച്ച എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഫർദ് നമസ്കരിക്കുന്ന ആളുകൾ തന്നെ റവാത്തിബ് സുന്നത്തുകൾക്ക് ശ്രദ്ധ പതിപ്പിക്കാത്ത അല്ലാഹു നമ്മളെയൊക്കെ സാന്നിധ്യം ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് മുമ്പുള്ളതാകുന്ന ആലിമീങ്ങൾ, സജ്ജനങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാദികൾ അവരൊക്കെ എത്തിയിടത്തേക്ക് നമുക്ക് പോകട്ടെ. മരണപ്പെട്ടു പോകട്ടെ എന്ന ചിന്തയില്ലാത്തത് മരിക്കട്ടെ, ഈ ലോകത്തിൽ ഇവിടെ പറയട്ടെ. മരിക്കുന്ന സമയത്ത് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണമാകട്ടെ. അതുകൊണ്ട് നല്ല നമസ്കാരം കാഴ്ചവെക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാൻ കിടക്കുന്നതാകുന്ന ഒരു സ്വഹാബിയുടെ അടുക്കലെത്തി. അദ്ദേഹത്തിന്റെ അടുക്കലെത്തിയിട്ട് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ പിടിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉർഫുഖ് ബിസാഹിബി, ഇതെന്റെ കൂട്ടുകാരനാണ്. ഈ കൂട്ടുകാരനെ അല്പം മയത്തിൽ നീ പിടിക്കണം. ഇതെന്റെ കൂട്ടുകാരനാണ്, ഈ കൂട്ടുകാരനെ നീ ഇച്ചിരി മയത്തിൽ പിടിക്കണം. നബി മുഹമ്മദ് റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം ഉടനെ പറയാണ്, ഇന്നി ബികുല്ലി മുഅ്മിനി റഫീഖ്, ഇന്നി ബികുല്ലി മുഅ്മിനി റഫീഖ്. നബിയേ, എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ കൃപയുള്ളവനാണ്. മയത്തോട് കൂടിയല്ലാതെ ഒരു മുഅ്മിനിന്റെ ആത്മാവും ഞാൻ ഇതുവരെ പിടിച്ചിട്ടില്ല. വഇന്നി അതസഫഹു കുല്ല യൗമിൻ 5 മറات. നമസ്കാരം കഴിഞ്ഞ് 5 വഖത്ത് നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ അവരുടെ കയ്യിൽ, മുഅ്മിനീങ്ങളുടെ കയ്യിൽ ഞാൻ മുസാഫഹത്ത് ചെയ്യാറുണ്ടെന്ന് അസ്റായീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. വഇന്നി അതസഫഹു കുല്ല യൗമിൻ 5 മറات. നമസ്കരിക്കാൻ വരുന്നവരാണ് മുഅ്മിൻ, ജമാഅത്തിന് വരുന്നവരാണ്. ജമാഅത്ത് കഴിഞ്ഞ് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോ നിന്റെ കൈക്കടി ആര് പിടിക്കും? അസ്റായീൽ അലൈഹിസ്സലാം പിടിക്കും. നീ അറിയുന്നില്ല, നമ്മൾ ആരും അറിയുന്നില്ല. 5 നേരം പള്ളിയിൽ വന്ന് ജമാഅത്ത് കഴിഞ്ഞു പോകുന്ന വ്യക്തിയെ ഞാൻ കൈക്ക് പിടിച്ച് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സഹാബി വരെ നമസ്കരിച്ചത് മനുഷ്യരാണ്, നമസ്കാരത്തിന് വന്ന മനുഷ്യനാണ്, 5 വഖത്തിലേറെ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്ത മനുഷ്യനാണ്. ഇദ്ദേഹം മുഅ്മിനാണെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം എന്താണ്? ഇദ്ദേഹത്തെ ഞാൻ മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്റായീൽ എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു, വഇന്നി ഉലഖി
മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ കാതിനടുക്കൽ ചെന്ന് ഞാൻ പറയൂ, കെലിമ ഞാൻ ചൊല്ലിക്കൊടുക്കും. ആര് പറയാ? അസ്രായേൽ അലൈഹിസ്സലാം പറയും. ആർക്ക് 5 വഖത്ത് നമസ്കാരം നിലനിർത്തിയ മോമിൻ. മറ്റേത് പേര് റേഷൻ കാർഡ്, ആധാർ കാർഡിൽ മാത്രം മോമിൻ. അതുകൊണ്ട് വിശേഷമില്ല, ആകില്ല. 5 വഖത്ത് നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച ഏതൊരു പുരുഷനുണ്ടോ, ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിച്ചതായിട്ട് ഏതൊരു സഹോദരിയുണ്ടോ, കൃത്യമായി അവർക്ക് നാളെ മരിക്കുന്ന സമയത്ത് കെലിമ ഞാൻ ചൊല്ലിക്കൊടുക്കുമെന്ന് അസ്രായേലിനോട് പറഞ്ഞുവന്ന് ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാണ്. നമസ്കാരങ്ങളെ ചിട്ടവട്ടമാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമുഖം ദർശിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല രീതിയിലുള്ള മരണം അല്ലാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.